അപ്പം ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വ്യക്തമായ രേഖകൾ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ഈ ദേവാലയ നിർമ്മാണം തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അച്ഛൻ ഒരു പൊതുയോഗം വിളിക്കുകയോ അല്ലെങ്കിൽ ഇടവക്കാരുടെ ഒരു അഭിപ്രായം ചോദിക്കുകയോ അച്ഛൻ്റെ കൂടെ ബിഷപ്പിൻ്റെയും കൂടെ സപ്പോർട്ട് വഴി അച്ഛൻ തിരഞ്ഞെടുത്ത കുറച്ച് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളെ വെച്ചിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമായിരുന്നു. ഞങ്ങൾക്കൊന്നും യാതൊരു ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അച്ഛൻ പറഞ്ഞു അച്ഛൻ്റെ ഇവിടെ ഇടവകയിൽ ഭൂരിപക്ഷമുണ്ട്, അത് വെച്ചിട്ട് അച്ഛൻ്റെ പള്ളി പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ധിക്കാരിയും ഒരു ധാർഷ്ട്യ മനോഭാവമുള്ള ഒരു മനുഷ്യനായിപ്പോയി. ഞങ്ങൾ സഹിക്കുകയാണ് കഴിഞ്ഞ 4 വർഷമായിട്ട്. അപ്പോൾ അച്ഛൻ കാണിച്ചു കൂട്ടിയ കുറച്ച് വികൃതികൾ ഞങ്ങൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരികയാണ്. ഇവർ പലയിടത്ത് പല പ്ലാൻ കാണിച്ചിട്ടാണ് പെർമിറ്റ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാത്തിനും തെളിവ് ഞങ്ങൾ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ നിന്നും ഫയർ ആൻഡ് റെസ്ക്യൂ എന്നൊക്കെ എടുത്ത പ്ലാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പള്ളിയുടെ കോമ്പൗണ്ടിൽ പല നിർമ്മിതികളുണ്ട്. അതിന് പലതിനും കെട്ടിട നമ്പർ ഇട്ട് വാങ്ങിച്ചിട്ടില്ല. അത് ഓരോ കമ്മിറ്റിക്കാർ ചെയ്യേണ്ടതായിരുന്നു, അവരത് ചെയ്തിട്ടില്ല. അതിൻ്റെ പേരിൽ ടൗൺഷിപ്പ് പ്ലാനർ പഞ്ചായത്തിനൊരു നിർദ്ദേശം വെച്ചിരുന്നു. ഈ പള്ളി കോമ്പൗണ്ടിൽ സൈറ്റ് പ്ലാൻ നമ്മൾ കൊടുക്കണമല്ലോ, ആ സൈറ്റ് പ്ലാനിൽ ഉള്ള അനധികൃത കെട്ടിടങ്ങളെല്ലാം, അതായത് നമ്പർ ഇടാത്ത കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു കളഞ്ഞതിന് ശേഷം മാത്രമേ ഇതിന് പെർമിറ്റ് കൊടുക്കാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഇവർ പഞ്ചായത്തിനെ സ്വാധീനിച്ച് പഞ്ചായത്തിൽ നിന്ന് ഇവർ പെർമിറ്റ് എടുത്തു. ഇതെല്ലാം രഹസ്യമായിട്ടാണ് ഇവർ ചെയ്തിരുന്നത്. ഇത് കിട്ടിക്കഴിഞ്ഞ് മാത്രമാണ് ഞങ്ങൾ അറിഞ്ഞിരുന്നത്. അപ്പം ഞങ്ങളിതിൻ്റെ പുറകെ പോയി വിവരാവകാശ നിയമപ്രകാരം എടുത്ത കാര്യങ്ങൾ ഇവിടെ ഞങ്ങൾ നിങ്ങളെ കാണിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അച്ഛൻ ചെയ്ത പരിപാടി പഞ്ചായത്തിൽ സത്യവാങ്മൂലം എഴുതി കൊടുത്തിരിക്കുകയാണ്. നിലവിലുള്ള 9 ചെറുതും വലുതുമായിട്ടുള്ള കെട്ടിടങ്ങൾ നമ്പർ ഇടാത്തതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിമിത്തേരിയിലെ കപ്പേള, അതുവരെ പൊളിച്ച് കളഞ്ഞോളാമെന്ന് അച്ഛൻ എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത് ഞങ്ങൾ ചോദിക്കുന്നത്, ഈ ഇടവക്കാർ കാലാകാലങ്ങളിൽ പൈസ സ്വരൂപിച്ച് ഇവിടെ പണിത് വെച്ചിരിക്കുന്ന ഈ കെട്ടിടങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇദ്ദേഹം ഇത് പൊളിച്ചു കളയാൻ തീരുമാനമെടുത്തത്? എന്ത് അധികാരമാണ് അച്ഛനുണ്ടായിരുന്നത്? അപ്പം അത് ഞങ്ങൾക്കൊന്ന് അറിയേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഒരു തെളിവ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത്, ഞങ്ങളുടെ പള്ളിയുടെ ഒരു പ്ലാനാണ് ഈ വരച്ചിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 3534 സെൻറ്റിമീറ്ററാണ്. അതായത് 117 അടി. 117 അടി ഹൈറ്റുള്ള ഈ പള്ളിയുടെ പ്ലാനാണ് ഇവർ പഞ്ചായത്തിൽ കൊടുത്ത് പെർമിറ്റ് മേടിച്ചത്. പക്ഷേ അതിന് മുമ്പ് ഇവർ ഫയർ ആൻഡ് റെസ്ക്യൂവിൽ വേറെ പ്ലാൻ അവതരിപ്പിച്ചിട്ടാണ് അവിടുന്ന് പെർമിറ്റ് മേടിച്ചത്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഗവൺമെൻറ് ഓഫ് കേരള. അവിടെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് 14.175 മീറ്ററാണ്. അതായത് 47 അടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു സ്ഥലത്ത് 47 അടി ഉയരം കാണിക്കുകയും വേറെ സ്ഥലത്ത് 117 അടി ഒറിജിനൽ ഹൈറ്റ് കാണിക്കുകയും ചെയ്തുകൊണ്ട് വൈരുദ്ധ്യമായിട്ടുള്ള പ്ലാനിലൂടെ ഇവർ കള്ളത്തരത്തിലൂടെയാണ് ഈ പെർമിറ്റ് നേടിയെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളും നിയമപരമായിട്ട് അതിനെ നേരിട്ടും. ഞങ്ങൾ കോടതിയിൽ കേസിന് പോയിട്ടുണ്ടായിരുന്നു. ഈ കോടതിയിൽ ഞങ്ങൾ കേസ് പോയപ്പോൾ അച്ഛൻ പള്ളിയിലെല്ലാം ഞങ്ങളുടെ പേരുകളൊക്കെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് അവഹേളിച്ചു. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് ഞങ്ങളെ കമ്മിറ്റിയിലേക്ക് എടുക്കാത്തത് കൊണ്ടാണെന്നും അല്ലെങ്കിൽ പള്ളി പണിയുടെ അധികാരം ഞങ്ങളെ ഏൽപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കോടതിയിൽ കേസ് കൊടുത്തതെന്നാണ് അച്ഛൻ്റെ ഇടവക ജനങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത്. പക്ഷേ തിരുവനന്തപുരം ട്രൈബ്യൂണലിൽ നിന്ന് ഞങ്ങൾ അവിടെ കൊടുത്ത പരാതി അനുസരിച്ച് പഞ്ചായത്തിന് നിർദ്ദേശം കിട്ടുകയും പഞ്ചായത്ത് ഈ പള്ളിക്ക് കൊടുത്ത പെർമിറ്റ് അത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതിൻ്റെ പേരിൽ ആ പെർമിറ്റ് റദ്ദാക്കി. ഈ റദ്ദാക്കിയ പെർമിറ്റിനെതിരെ അച്ഛനും കൂട്ടാളികളും കൂടെ പോയി ഹൈക്കോടതിയിൽ നിന്ന് അതിന് സ്റ്റേ മേടിച്ചു. അപ്പോൾ 3 മാസം ഈ സ്റ്റേ ഓർഡർ ഇത് ചെയ്തുകൊണ്ടാണ് ഇവർ ഈ പള്ളിപ്പണിയായിട്ട് മുന്നോട്ട് പോകുന്നത്. ഞങ്ങളുടെ ഒരു ചോദ്യം,
നാളെ പഞ്ചായത്ത് ഇതിന് നമ്പറിട്ട് തന്നില്ലെങ്കിൽ ഈ ചെയ്യുന്ന നിർമ്മിതികൾ ഇപ്പോൾ കോടികൾ ചിലവായി, ഇനിയും എത്രയോ കോടികൾ വേണം, ഇത് വേസ്റ്റായി പോവില്ലേ? മാത്രമല്ല ഇടവക്കാർ കാലാകാലങ്ങളിലായി പൈസ പിരിച്ച് ഉണ്ടാക്കി നിർമ്മിച്ചു വച്ചിരിക്കുന്ന ഓരോ ബിൽഡിങ്ങുകൾ അത് പൊളിച്ച് കളയാമെന്ന് അച്ഛൻ ആരോട് ചോദിച്ചിട്ടാണ് തീരുമാനമെടുത്തത്? അതിനും ഞങ്ങൾ നിങ്ങൾക്ക് തെളിവുകൾ കാണിച്ചു തരാം. ഈ മാപ്പിൽ നോക്കുക, ഓരോ സ്ഥലങ്ങളിൽ എക്സിസ്റ്റിംഗ് ഷെഡ് നമ്പർ 4 ടു ബി ഡിമോളിഷ്ഡ്, എക്സിസ്റ്റിംഗ് ഷെഡ് ടു ബി ഡിമോളിഷ്ഡ്, എക്സിസ്റ്റിംഗ് ഷെഡ് ടു ബി ഡിമോളിഷ്ഡ്, നമ്പർ 5 ടു ബി ഡിമോളിഷ്ഡ്. അങ്ങനെ ഓരോ മോഷെഡ് പോലും അത് ഡിമോളിഷ് ചെയ്ത് കളയാമെന്നാണ്. ഇതാണ് എക്സിസ്റ്റിംഗ് സിമിട്രിയുടെ കപ്പേളയാണ് ഇവിടെ കാണുന്നത്. അത് പൊളിച്ച് കളഞ്ഞോളാമെന്നാണ് ഈ അച്ഛൻ എഴുതി കൊടുത്തിരിക്കുന്നത്. ആരോട് ചോദിച്ചിട്ട്, എന്തടിസ്ഥാനത്തിൽ? ഇത് പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഞങ്ങൾ തന്നെ വേണ്ടത് പണിയാനായിട്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം എക്സിസ്റ്റിംഗ് സ്കൂൾ ടു ബി ഡിമോളിഷ്ഡ്. ഇത് ഒരു 3 നില കെട്ടിടമായിരുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട BC മാഷ് ഈ ഇടവയ്ക്ക് അന്ന് ഇടവജനങ്ങൾക്ക് പൈസ പിരിച്ചെടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പൈസയും അദ്ദേഹത്തിൻ്റെ തന്നെ പണിക്കാരെ കൊണ്ടുവന്ന് അത് പണിയിച്ച് തന്ന ഒരു 3 നില കെട്ടിടമായിരുന്നു. നമ്മുടെ കൊച്ചു കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വേദപാഠം പഠിച്ചിരുന്ന വർഷങ്ങളായിട്ട് ചെയ്തിരുന്നതാണ്. അത് അച്ഛൻ്റെ പ്ലാനോ അച്ഛൻ്റെ കൂടെ നിന്നവരുടെ ദുരുദ്ദേശപരമോ എന്തു തന്നെയായാലും അത് ഒരു ഹാമർ കൊണ്ടുവന്ന് അവരത് ഇടിച്ചു പൊളിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ ഒരു ബിൽഡിംഗ് ഇതോടെ പണിയണമെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം? അപ്പോൾ അത്രയും വലിയൊരു നഷ്ടമാണ് ഈ ഇടവകാരി ഞങ്ങൾക്ക് വരുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ 4:48 പണിയാമെന്ന് പറഞ്ഞ പള്ളി ഇപ്പോൾ 5 കോടി കവിഞ്ഞു എന്ന് അച്ഛൻ തന്നെ വിളിച്ചു പറയുമ്പോൾ ഇനിയും ഒരു 10-12 കോടി രൂപ ഇല്ലാതെ ഈ പള്ളിപ്പണി പൂർത്തീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇപ്പുറത്തുണ്ടായിരുന്ന ഞങ്ങളുടെ ഈ ടീം ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഈ 4,48,00,000 ഇത് തീരില്ല എന്ന് ഞങ്ങൾ പറഞ്ഞത്. അത് 7-10 ആക്കിയാലും ആ 7-10 ഇത് തീരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞത്. ഇന്ന് പല വിധത്തിലുള്ള പിരിവുകളാണ് ഇടവകയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വീടാന്തരം കറങ്ങിയുള്ള പിരിവ്. ഇതിനുശേഷം 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ വേദപാഠം പഠിക്കുന്ന കുട്ടികളെ അവരെ ഒരു വിധത്തിൽ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ട് മാതാപിതാക്കളിൽ പൈസ പിരിപ്പിച്ച് അതിനകത്ത് പല കുട്ടികളും മാതാപിതാക്കളുടെ അറിവും സമ്മതമില്ലാതെ അവർ കാണാതെ ആ പൈസ എടുത്തുകൊണ്ടൊന്ന് കൊടുക്കേണ്ട ഒരു അവസ്ഥ പോലെ. എന്നിട്ട് അച്ഛൻ ഞായറാഴ്ച കുർബാന മധ്യേ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഏറ്റവും കൂടുതൽ പൈസ തന്നതിൻ്റെ പേരിൽ ഒരു പാരിതോഷികം കൊടുക്കുന്നു. എന്തൊക്കെ വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട്? ഇനി ഒരു പള്ളി ഏത് വിധേനയായാലും ഉയർന്നു വരുന്നത് നല്ലതൊക്കെ തന്നെ. ഞങ്ങളാരും പള്ളി പണിക്കെതിരല്ല, പള്ളി ഇടവക്കാർക്ക് ആവശ്യമാണ്. പക്ഷേ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൈക്കാരന്മാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു, ഇവിടെ വൻ അഴിമതികളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛന് ഇഷ്ടമുള്ള ഏജൻസികളുടെ നിന്ന് സാധനങ്ങൾ വാങ്ങും, ബാക്കിയുള്ളിടത്തുനിന്ന് വാങ്ങുന്നതെല്ലാം ഡ്യൂപ്ലിക്കേറ്റാണെന്നാണ് അച്ഛൻ പറയുന്നത്. എങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ്? ഈ കൈക്കാരന്മാർ അവർ തന്നെ പറയുന്നു, ഞങ്ങളുടെ വീടിൻ്റെ പുറകിൽ ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതല്ല ഈ സിമെൻറ്റും കമ്പിയൊന്നും. അതും ഓരോ ഏജൻസികളിൽ നിന്ന് 10 രൂപയ്ക്ക് 10 രൂപ കുറവിന് അത് വാങ്ങിക്കുമ്പോൾ ഇടവക ജനങ്ങളുടെ പൈസയാണ് അവിടെ ലാഭിക്കുന്നത്. അപ്പോൾ അതൊന്നും അച്ഛന് ഇഷ്ടപ്പെടില്ല. അച്ഛന് ഇഷ്ടമുള്ളിടത്തുനിന്നേ വാങ്ങിക്കുള്ളൂ. ഒരു കൊട്ടേഷനും ആരും അറിയില്ല. ഇനി കൊട്ടേഷൻ പേരിന് നടത്തിയാൽ തന്നെ ഈ കൊട്ടേഷൻ കൊടുക്കുന്നതൊക്കെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ കൊടുക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെ അച്ഛൻ്റെ ഈ വ്യാപാരത്തിനെ സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോണത്. അതിൽ ഞങ്ങൾക്ക് ഇടവക്കാർക്ക് വലിയൊരു അതൃപ്തിയുണ്ട്. ഇപ്പോൾ 5 കോടി രൂപ പള്ളിക്ക് ചിലവായി എന്ന് പറയും, ഇനിയും 10-12 കോടി രൂപ ചിലവ് വരുമെന്ന് പറയുമ്പോഴും ഇത് പള്ളിപ്പണിയുടെ കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ പറയുന്നത്. ബാക്കി ഞാൻ ഒരു പ്ലാനും കൂടെ നിങ്ങളെ കാണിച്ചു തരാണ്. ഇത് ഞങ്ങൾക്ക് വൈദിക മന്ദിരം പണിയേണ്ടതുണ്ട്. എത്ര പേര് ഈ പ്ലാൻ കണ്ടിട്ടുണ്ട്? ഈ ഇടവകയിലുള്ള എത്ര പേര് ഈ പ്ലാൻ കണ്ടിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഞങ്ങളിത് പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുള്ളതാണ് വിവരാവകാശം വെച്ചിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ എലിവേഷനും അതിൻ്റെ പ്ലാനും. ഗ്രൗണ്ട് ഫ്ലോറ്, ഫസ്റ്റ് ഫ്ലോറ്. അപ്പോൾ ഇതിനും വരുന്നുണ്ട് 2250 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിനും വരുന്നത്. അതിനും ഏകദേശം 80 ലക്ഷം രൂപയോളം ചിലവ് വരും. ഇത് പണിയാനുള്ള പൈസ ഞങ്ങൾ എവിടെ നിന്നുണ്ടാക്കും? അപ്പോൾ
വല്ലാത്തൊരു ദുരന്തത്തിലാണ് ഞങ്ങൾ ഇടവക്കാർ വന്നുപെട്ടിരിക്കുന്നത്. ഇനി കാലങ്ങളോളം ഞങ്ങൾ ഈ പിരിവ് കൊടുക്കാൻ തന്നെ വേണം ഇവിടെ ജീവിക്കാനായിട്ട്. ഇനി ഒരു കാലത്ത് ഈ 25,750 സ്ക്വയർ ഫീറ്റ്, അതിനിടയ്ക്ക് ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത്രയും വലിയൊരു പള്ളിയോട് ഇവരുടെ അറിവില്ലായ്മ കൊണ്ടോ ഇവരുടെ നോട്ടപേശ കൊണ്ട് 30 അടി ഹൈറ്റ് കൂടിപ്പോയി പള്ളിക്ക്. അങ്ങനെ ഇപ്പോൾ പള്ളി ഇപ്പോൾ 2 നില എന്നുള്ളത് 3 നിലയും. അങ്ങനെ വന്നപ്പോൾ പല അപാകതകളുമാണ് ഇപ്പം ഞങ്ങളുടെ പള്ളിപ്പണിക്ക് സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ വീടുകളിലേക്ക് എല്ലാം തന്നുവിട്ട പ്ലാൻ പ്രകാരം 5 സ്റ്റെപ്പേ പള്ളിക്കുണ്ടായിരുന്നു. അതിനടുത്ത് റാമ്പുകൾ, അതായത് വീൽ ചെയർ ഉരുട്ടിക്കയറ്റാവുന്ന രീതിയിലും ആർക്കും പള്ളിയിലേക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ വെറും 5 സ്റ്റെപ്പുകൾ മാത്രമാണ് ആ പള്ളിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവർ പണിത് വെച്ചിരിക്കുന്നത് 16 സ്റ്റെപ്പുകളാണ്. അതിനും ഒരു സ്റ്റെപ്പിന് 1 അടി വീതിയുള്ളൂ. അതിൻ്റെ മുകളിൽ റൂഫും ഇല്ല. വർഷക്കാലത്ത് പ്രായം ചെന്നവർ ഈ 16 അടിയും ചവിട്ടിക്കയറണമോ? അതുപോലെ തന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴും മഴ പെയ്യുന്ന സമയത്താണെങ്കിൽ എത്ര പേര് അവിടുന്ന് തെന്നി വീഴാൻ സാധ്യതയുണ്ട്. എത്ര ഗ്രിപ്പുള്ള സ്റ്റെപ്പ് ഉണ്ടാക്കിയാലും 1 അടി വീതിയുള്ളൂ. മാത്രമല്ല, ഇനി ഒരു പ്ലാൻ നമ്മളെടുക്കുമ്പോൾ ആ എലിവേഷനിൽ അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡോമാണ്. ആ ഡോം ഇവർ ഒരു സ്റ്റെപ്പ് കുറച്ച് കളഞ്ഞു. കാരണം 30 അടി ഹൈറ്റ് കൂടി പള്ളി 3 നില വന്നപ്പോൾ ഒരു സ്റ്റെപ്പ് അവർക്ക് കുറയ്ക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ പള്ളിയുടെ ഡ്രസ് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഡോം പിന്നെ നമ്മൾ എത്തി വലിഞ്ഞ് നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ ഇവർ പല തെറ്റുകളും അവിടെ ചെയ്യുക. കാരണം ഇവർക്ക് ധൃതി ഇതിനകത്തുനിന്നുള്ള കമ്മീഷൻ അടിച്ചു മാറ്റലാണ്, അല്ലാണ്ട് പള്ളി പണിയിലെ ആത്മാർത്ഥതയല്ല. ഇത് ചോദ്യം ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്യുന്ന തെറ്റ്. ഈ ഇടവകയിൽ ഈ തെറ്റായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ്. അപ്പോൾ അച്ഛൻ ഏത് വിധേനയും ഞങ്ങളെ അടിച്ചമർത്താനും ഞങ്ങളുടെ പേരിൽ കള്ളക്കേസ് കൊടുക്കാനും ഏത് വിധേനയും ഞങ്ങളെ പള്ളിയിൽ നിന്നും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് ഈ വികാരിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ ഒരുപക്ഷെ ഈ പള്ളിപ്പണി തീരുമാനിക്കാം, ഞങ്ങൾ ഈ ഇടവകയിൽ തന്നെ ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് ഈ ലോകത്തെ മുഴുവനും വിളിച്ചറിയിക്കേണ്ടതുണ്ട്. അത് ഞങ്ങളുടെ ആത്മാർത്ഥതയാണ്. ആ ആത്മാർത്ഥത തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്നും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന് തന്നെ ഇടവകയിലെ ഭൂരിഭാഗം പേർക്ക് ബോധ്യപ്പെട്ടു ഞങ്ങൾ പറഞ്ഞതാണ് ശരി. ഈ 4:48-നോ 7:10-നോ ഒന്നും ഈ പള്ളി പണി തീരില്ല എന്നുള്ളത് ഇടവക ജനത്തിന് ബോധ്യപ്പെട്ടു. പള്ളി പണിയുന്നത് ഇടവക ജനങ്ങൾക്ക് മൊത്തമായിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്കും അവകാശപ്പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ന്യൂനതകൾ തുറന്നു കാട്ടാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട്. നാളെ ആയാലും ഇവരുടെ ഈ പോക്രിത്തരങ്ങൾ ഞങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെയിരിക്കും. ഇവരിതിൻ്റെ പുറകിൽ എത്രത്തോളം സമ്പാദിച്ചോ അതൊന്നും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ്. വിശ്വാസികളുടെ പണമാണ്. എനിക്ക് ഈ വിശ്വാസികളോടും പറയാനുള്ളത്, നിങ്ങൾ പണിയെടുത്ത കാശ് വെറുതെ നശിപ്പിച്ച് കളയല്ലേ. ഇപ്പോൾ 10-12 കോടി രൂപ കൊടുത്ത് പള്ളി പണിയാം, നല്ലത് തന്നെ. ആഡംബര പള്ളികൾ നമുക്ക് പണിയാം. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പണിയെടുത്ത കാശ്, ഈ ലോകത്ത് എത്രയോ പാവപ്പെട്ടവരുണ്ട്, അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്താൻ നമുക്ക് ഈ പണം കൊണ്ട് സാധിക്കില്ലേ? ഈ പൈസ മുഴുവൻ കോടികൾ കൊണ്ട് കോൺക്രീറ്റ് ആക്കി വെച്ചിട്ട് വേണോ ദൈവം ആ പള്ളിയിൽ വസിക്കാനായിട്ട്? യേശു ജനിച്ചത് കാലിത്തൊഴുത്തിലാണെന്നാണ് പറയുന്നത്. യേശു സഞ്ചരിച്ചത് കഴുതപ്പുറത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ആ യേശുവിനെ സ്തുതിച്ചു കൊണ്ടുവരുന്നവർ ബെൻസ് കാറിലും BMW-യിലും ഹോണ്ട കാറിലൊക്കെയാണ് ഇവർ സഞ്ചരിക്കുന്നത്. മനസ്സിലായോ?